हरे कृष्णा। कृष्णा माता जी, प्रणाम माता जी। प्रणाम। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरून् श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताक स्वामिन्यति नामिने नमाचार्यपादाय निधाय कृपाप्रदाविने दिगौरगदामदाय नगरग्रामतारिणे नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्यति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഭക്തിശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചാപ്റ്റർ 6 കണ്ടിന്യൂഷൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കർമ്മയോഗം കൊണ്ട് എങ്ങനെ മുക്തി നേടാം എന്നാണ് ധ്യാനയോഗം. അധ്യായം 6 ചാപ്റ്റർ 4 ധ്യാന യോഗം. കർമ്മയോഗം കൊണ്ട് എങ്ങനെ മുക്തി നേടാമെന്ന് നമ്മൾ 5-ാമത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കി. ഭഗവാനാണ് പരമ അധികാരി. ഭഗവാനിൽ നമ്മളെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ് കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് ത്രിഗുണങ്ങള്? സത്വഗുണം, രജോഗുണം, തമോ ഗുണം. അപ്പൊ എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവ് ആരാണ്? ഭഗവാൻ. ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. സർവലോകാധിപൻ ഭഗവാനാണ്. പരമമായ ഭോക്താവ്, സുഹൃത്ത്, അതേപോലെ അഭ്യുദയകാംക്ഷി. അപ്പൊ നിരന്തര ധ്യാനം കൊണ്ടും കൃഷ്ണാബോധ പ്രവർത്തനം കൊണ്ടും ഭഗവാന്റെ ധാമത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. ഭൗതികേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത്. സ്ഥിതപ്രജ്ഞനായിരിക്കണം. പിന്നെ വിനയവും അറിവും വേണം. ഏതൊക്കെയാണ് അഷ്ടാംഗയോഗ സാധന? യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ സമാധി ധ്യാനം. ധ്യാനം കഴിഞ്ഞിട്ട് സമാധി. ധ്യാനം സമാധി. അപ്പൊ ശാന്തി ലഭിക്കാനായിട്ട് എന്ത് വേണം? ഭക്തിപൂർവ്വ സേവനം ചെയ്താൽ നമ്മൾക്ക് ശാന്തി ലഭിക്കും. ഹരേ കൃഷ്ണ. അതേപോലെ ധ്യാനയോഗം എന്ന് വെച്ചാല് ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന കർമ്മഫലാസക്തി ഇല്ല അതിന്. അഷ്ടാംഗ യോഗചര്യ എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസമേറിയതാണ്. അതിനേക്കാൾ എളുപ്പമാണ് ഭക്തി യോഗത്തിലൂടെ ശാന്തി ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഹരേ കൃഷ്ണ. ഏത് ശ്ലോകം വരെ നമ്മൾ എടുത്തു? 29. ഇനി 30-ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. യേ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സജമേന പ്രണശ്യതി.
എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവന് ഒരിക്കലും ഭഗവാനെ നഷ്ടപ്പെടില്ല. എനിക്ക് അവനും നഷ്ടപ്പെടില്ല. ഭഗവാന് നമ്മൾ നഷ്ടപ്പെടില്ല, നമുക്ക് ഭഗവാനെയും നഷ്ടപ്പെടില്ല. അതായത് എല്ലാ സർവചര അചരങ്ങളിലും ഭഗവാൻ കുടികൊള്ളുന്നു എന്ന് മനസ്സിലാക്കുന്നവർക്ക് ഭഗവാനെ ലഭിക്കും. അതുപോലെ തന്നെ ഭഗവാന് നമ്മളെയും നഷ്ടപ്പെടില്ല. കൃഷ്ണാബോധം ഉദിച്ച ഒരു വ്യക്തി ഭഗവാനെ എവിടെയും ദർശിക്കുന്നു, എല്ലാം കൃഷ്ണനിൽ അധിവസിക്കുന്നു എന്ന് കാണുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി ഭൗതിക പ്രകൃതിയുടെ ആവിഷ്കാരങ്ങളെല്ലാം കൃഷ്ണശക്തിയുടേതാണെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ അവ ഓരോന്നും കാണുമ്പോഴും അയാൾ കൃഷ്ണനെ കുറിച്ചാണ് ബോധവാൻ. കൃഷ്ണനെ കൂടാതെ ഒന്നിലും നിലനിൽപ്പില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകും. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ മൗലിക സിദ്ധാന്തം. കൃഷ്ണാവബോധം എന്നാൽ കൃഷ്ണനിൽ പ്രേമം വളർത്തിയെടുക്കലാണ് കൃഷ്ണാവബോധം. ഭഗവാനിൽ പ്രേമം വളർത്തിയെടുക്കുക. കൃഷ്ണപ്രേമത്തിൽ ഭക്തൻ പൂർണ്ണത നേടുന്നു. ആ വിഭത്തിൽ ഒരു വിഭത്തിലും ഭക്തൻ ചെന്ന് ചാടാറില്ല എന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നു. പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. എങ്ങനെയുള്ള കണ്ണുകളായിരിക്കണം ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ ഭക്തന്റെ പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭക്തഹൃദയത്തിലാണ് തൻ്റെ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ അവിടുന്ന് വാഴുന്നത്. അങ്ങനെയുള്ള ഗോവിന്ദനെ ഞാൻ നമിക്കുന്നു എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത്. ഈ അവസ്ഥയിൽ കൃഷ്ണൻ ഒരിക്കലും ഭക്തന്റെ കണ്ണിൽ നിന്ന് മറയുന്നില്ല. നമ്മൾ പ്രേമാഞ്ജന ചുരിത എഴുതിയ കണ്ണുകൾ അത് ഭക്തി വിലോചനേന ഭഗവാനെ ദർശിക്കാതെ ഒരു നിമിഷം പോലും കഴിക്കേണ്ടി വരുന്നില്ല. ഇതുപോലെയാണ് കൃഷ്ണനെ പരമാത്മ സ്വരൂപേണ ഹൃദയത്തിൽ ദർശിക്കുന്ന യോഗിയുടെയും സ്ഥിതി. ആ യോഗി ഒരു ശുദ്ധ ഭക്തനായി തീരുകയും ചെയ്യും. അയാൾക്ക് ക്ഷണനേരം പോലും സ്വഹൃദയസ്ഥനായ ഭഗവാനെ ദർശിക്കാൻ അത് ജീവിക്കാൻ വയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ശ്ലോകം 31. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിത സർവദാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. ഏതൊരുവനാണോ ഭഗവാനും പരമാത്മാവും ഒന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് ആരാധ്യനായ പരമാത്മാവിന്റെ സേവനത്തിൽ മുഴുകിയ യോഗി ഏത് സന്ദർഭത്തിലും ഭഗവാനിൽ തന്നെ ജീവിക്കുന്നു. ഇതാണ് ഭഗവാനും പരമാത്മാവും ഒന്നു തന്നെ എന്നറിഞ്ഞുകൊണ്ട് ആരാധ്യനായ പരമാത്മാവിന്റെ സേവനത്തിൽ മുഴുകി ഈ യോഗി ഏത് സന്ദർഭത്തിലും ഭഗവാനിൽ തന്നെ ജീവിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ പരമാത്മാവിനെ ധ്യാനിച്ച് ശീലിക്കുന്ന ഒരു യോഗിക്ക് കൃഷ്ണന്റെ പൂർണ്ണ അംശമായ ശംഖ ചക്ര ഗദ പത്മധാരിയായ ചതുർഭുജ വിഷ്ണുവിനെ സ്വന്തം ഹൃദയത്തിൽ കാണാൻ കഴിയുന്നു. വിഷ്ണുവിൽ നിന്ന് വ്യത്യസ്തനല്ല കൃഷ്ണൻ എന്ന് യോഗി മനസ്സിലാക്കണം. പരമാത്മാവിന്റെ രൂപത്തിൽ കൃഷ്ണൻ ഏവരുടെയും ഹൃദയത്തിൽ വാഴുന്നുണ്ട്. കൂടാതെ എണ്ണമറ്റ ജീവാത്മാക്കളുടെ ഹൃദയങ്ങളിൽ വാഴുന്ന പരമാത്മാക്കൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരുടെ ഹൃദയത്തിലും ഒരേ പരമാത്മാവ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെ ഹൃദയങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് ആ പരമാത്മാവിനുണ്ട്. ഭക്തിരസാമൃത സിന്ധു ശ്രീല രൂപ ഗോസ്വാമി ഊന്നി പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണാവബോധമാർന്ന യോഗി ഭൗതിക ജീവിതത്തിൽ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും സദാ കൃഷ്ണനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. നിഖില സ്വപ്യ അവസ്ഥാസു ജീവൻ മുക്താസ ഉച്ചതേ. എപ്പോഴും കൃഷ്ണബോധത്തോടെ പ്രവർത്തിക്കുന്ന ഭഗവത് ഭക്തന് മുക്തി സ്വയം സിദ്ധമാകുന്നു എന്ന് നാരദ പഞ്ചരാത്രത്തിലും പറഞ്ഞിരിക്കുന്നു. സർവവ്യാപിയും ദേശകാല അതീതനുമായ കൃഷ്ണന്റെ അതീന്ദ്രിയ സ്വരൂപത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അയാൾക്ക് കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകി ദിവ്യമായ ഭഗവത് സാന്നിധ്യ നിർവൃതി അനുഭവിക്കാം. ഏക ഏവ പരോ വിഷ്ണു സർവ്വവ്യാപി ന സംശയ ഐശ്വര്യാദ്രൂപമേകം ച സൂര്യവത് ബഹുധേയതേ. വിഷ്ണു ഒന്നേയുള്ളൂ എങ്കിലും അവിടുന്ന് നിശ്ചയമായും സർവവ്യാപിയത്രേ. ഏകരൂപിയാണെങ്കിലും തൻ്റെ അചിന്ത്യ ശക്തി കൊണ്ട് അവിടുന്ന് എല്ലായിടത്തും വാഴുന്നു.
തൻ്റെ ഒരേ സമയത്ത് നാനാ പ്രദേശങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്ന സൂര്യനെ പോലെ എല്ലായിടത്തും ഭഗവാൻ വാഴുന്നു. 32 ആത്മാവുപമ്യേന സർവത്ര സമം പശ്യതി യോ അർജുന സുഖം വായതി വാദസ് ദുഃഖം സ യോഗി പരമോ മതഃ. അല്ലയോ അർജുന, എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് സമഭാവനയോടെ വർത്തിക്കുന്നവനാണ് ഉത്തമ യോഗി. എങ്ങനെയുള്ളവനാണ് ഉത്തമ യോഗി? എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് സമഭാവനയോടെ ഒരേപോലെ വർത്തിക്കുന്നവനാണ് ഉത്തമനായ യോഗി. അപ്പൊ കൃഷ്ണാബോധമുള്ള ഒരാൾ ഉത്തമ യോഗിയായിരിക്കും. ഉത്തമ യോഗിയും കൃഷ്ണാബോധമുള്ള ഒരാളായിരിക്കും. താനും ഓരോരുത്തരുടെയും സുഖദുഃഖങ്ങൾ അയാൾ മനസ്സിലാക്കുന്നു. താനും ഭഗവാനുമായുള്ള ബന്ധം മറന്നു പോകുന്നതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. സർവകർമ്മങ്ങളുടെയും പരമഭോക്താവും സർവഗ്രഹങ്ങളുടെയും ദേശങ്ങളുടെയും ഉടമയും ജീവാത്മാക്കളുടെ ഉറ്റ സുഹൃത്തും കൃഷ്ണൻ തന്നെയാണെന്ന് ബോധ്യമാകുന്നതാണ് സുഖത്തിൻ്റെ കാരണം. ഇവിടെ ആയാലും ഏത് ലോകത്തുള്ള ആളുകളായാലും അതിലെല്ലാവരിലും ഭഗവാനെ ദർശിക്കുന്നവരാണ് ഉത്തമ യോഗി. അപ്പൊ എന്ത് വേണം? ഒരു ഭഗവത് ഭക്തൻ സകല ജീവജാലങ്ങളുടെയും ശ്രേയസ്സിനെ കാക്ഷിക്കുന്നതുകൊണ്ട് അവരുടെയും ഉത്തമ സുഹൃത്താണെന്ന് പറയാം. നജ തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയ കൃത്തമ. ഭഗവത്ഗീത 18 അധ്യായത്തിലെ 69ാമത്തെ ശ്ലോകം. അയാൾ തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് യോഗത്തിൽ പൂർണ്ണത നേടാൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ ഉത്തമ യോഗിയായി തീർന്ന ആ ഭക്തൻ തൻ്റെ കൂടെ ജീവാത്മാക്കളിൽ, തൻ്റെ കൂടെയുള്ള ഏത് ജീവാത്മാക്കളിലും അയാൾക്ക് ദേഷ്യം ഉണ്ടാവില്ല, ഈർഷ്യ ഉണ്ടാവില്ല. എന്താണ്? അവരുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലിരിക്കുന്ന അതേ പരമാത്മാവ് അവരുടെ ഉള്ളിലും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഏവർക്കും കൃഷ്ണാബോധമുള്ളവനാക്കാനായി ആവുന്നത്ര യജ്ഞിച്ചു പോകുന്ന ഒരു ഭക്തനെ പോലെ ആ ഭക്തനാണ് പരിപൂർണൻ. അപ്പൊ ഭഗവാനും അദ്ദേഹത്തോട് വളരെ അടുപ്പം ഉണ്ടാകും. ശ്ലോകം 33. അർജുന ഉവാച യോയം യോഗസ്ത്വയ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാ സ്ഥിതിം സ്ഥിരം. അർജുനൻ പറഞ്ഞു, ഹേ മധുസൂദന, അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗ പദ്ധതി അപ്രായോഗികമെന്നും ചഞ്ചല മനസ്കനായ എനിക്ക് താങ്ങുവതല്ലെന്നും തോന്നുന്നു. അങ്ങ് പറഞ്ഞ ഈ യോഗ പദ്ധതി നടക്കുന്നു തോന്നണില്ല. എൻ്റെ മനസ്സാണെങ്കിൽ എപ്പോഴും ചഞ്ചലനായിട്ടിരിക്കുകയാണ്. ശുദ്ധോദ്ദേശ എന്ന് തുടങ്ങി യോഗി പരമോമത എന്നിവരുള്ള ശ്ലോകങ്ങളിൽ കൃഷ്ണ ഭഗവാൻ പ്രതിപാദിച്ചിട്ടുള്ള ധ്യാനയോഗത്തെ അസാധ്യമാണെന്നാണ് കരുതിയ അർജുനൻ നിരാകരിക്കുകയാണ്. വീട് വിട്ട് കാടിനകത്തോ, ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അങ്ങനെ യോഗം ചെയ്യാൻ സാധിക്കില്ല. വീട് വിട്ട് കാടിനകത്തോ മലമ്പ്രദേശത്തോ ഉള്ള ഒരു വിജന സ്ഥലത്ത് ചെന്നിരുന്ന് യോഗാനുഷ്ഠാനം ചെയ്യുക എന്നത് ഈ കലികാലത്തിൽ ഒരു സാധാരണ മനുഷ്യന് സാധ്യമല്ല. അതിനുള്ള ഇരിപ്പിടം വേണം. അതിന് ജനങ്ങൾക്ക് അതൊന്നും ഒരു താല്പര്യമില്ല. മനസ്സിനെ നിയന്ത്രിക്കണം, ജീവിത രീതി അതിനുള്ളതായിരിക്കണം. മനസ്സിനെ ഭൗതിക താല്പര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇപ്പൊ രാജവംശജാതനും സദ്ഗുണസമ്പന്നനും യുദ്ധവീരനും ആയുഷ്മാനും സർവോപരി പരമദിവ്യോത്തമ പുരുഷനുമായ കൃഷ്ണന്റെ ഉറ്റ സുഹൃത്തുമാണ് അർജുനൻ. അദ്ദേഹം 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്കുള്ളതിനേക്കാൾ വളരെയധികം സൗകര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളിലും ജീവിച്ച അർജുനന് എങ്ങനെയാണ് ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ഭഗവാനിൽ തന്നെ കാട്ടിൽ പോയി ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ദുർലഭമാണ്. ചിലർക്ക് സാധിച്ചെന്ന് വരാം, വിരലിൽ എണ്ണാവുന്ന പല മുനികൾക്കെല്ലാം സാധിച്ചെന്ന് വരാം. പക്ഷേ ഗൃഹസ്ഥനായ ഒരു മനുഷ്യന്, സാധാരണ മനുഷ്യന് എങ്ങനെയാണ് ഇത് നടക്കുക എന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. എന്തുകൊണ്ടാണ് പറ്റില്ല എന്ന് പറയണത്? ചഞ്ചലം ഹി മനഃകൃഷ്ണ, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. എന്താണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം?
മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കും, മനസ്സ് ചഞ്ചലമാണ്, പ്രമാദി ബലവദൃഢം, അല്ലെ, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതാണ്. അതുകൊണ്ട് എന്തിനെ നിഗ്രഹിക്കാൻ സാധിക്കും? വായുവിനെ, കാറ്റിനെ നിഗ്രഹിക്കാൻ സാധിക്കും. പക്ഷേ പ്രയാസമാണ്. കാറ്റിനെ നിയന്ത്രിക്കാൻ ബലമേറിയതുമാണ് കൃഷ്ണ. അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ശ്ലോകം. ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാദി ബലവദൃഢം. അത്രയും ദൃഢമാണ്, ബലമേറിയതാണ്. അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഭാവാർത്ഥം: മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ, അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ച് നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹരേ കൃഷ്ണ. വത്സലകുമാരി മാതാജി, അതിന്റെ വിവർത്തനം മാതാജി. വായിച്ചോളൂ. മനസ്സ് ബുദ്ധിക്ക് വിവർത്തനം വായിച്ചാ മതി മാതാജി. ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സ് ചഞ്ചലം. അത് വായിച്ച ഹരേ കൃഷ്ണ. മനസ്സ് ബുദ്ധിക്ക് വഴങ്ങണമെന്നാണ് പ്രമാണം. മാതാജി വിവർത്തനം വായിച്ചാൽ മതി, അതിന്റെ മുകളിലുള്ളത് വായിച്ചാൽ മതി. ശരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ് കൃഷ്ണ. അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. പ്രണാം മാതാജി. താങ്ക് യു മാതാജി. ഭാവാർത്ഥം: മനസ്സ് ബുദ്ധിക്ക് വഴങ്ങണമെന്നാണ് പ്രമാണം. എന്തുകൊണ്ടാണ് അത് വായിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകത്തിന്റെ ഭാവാർത്ഥമാണ്. മനസ്സ് ബുദ്ധിക്ക് വഴങ്ങണമെന്നാണ് പ്രമാണം. എന്നാൽ ചിലപ്പോൾ ബുദ്ധിയെ മനസ്സിന്റെ ശക്തിയും വാശിയും കീഴടക്കി കളയുന്നു. നമ്മൾ വിചാരിക്കും ഒരാളോട് ദേഷ്യമൊന്നും പാടില്ല എന്ന് പറഞ്ഞാലോ നമ്മളെ അവരെ കാണുമ്പോൾ മുഖം അങ്ങോട്ട് വീർപ്പിച്ചു പിടിക്കും. എന്തെങ്കിലും ഇത് മുന്നേ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെന്നാലും നമ്മുടെ മുഖം അങ്ങനെ തന്നെയാണ്. അപ്പം അതേപോലെ വീർപ്പിച്ച് അങ്ങനെ പിടിച്ചുകൊണ്ടേ നടക്കും, അല്ലേ. അയാളോട് എന്തായാലും സ്നേഹം കൂടണം എന്നൊക്കെ ഉള്ളിലുണ്ടെങ്കിലും മനസ്സിൽ സമ്മതിക്കില്ല. ഇല്ല, ഞാൻ മിണ്ടില്ല എന്നുള്ള മട്ടിൽ നിൽക്കും. അപ്പോൾ ചിലപ്പോൾ ബുദ്ധിയെ, മനസ്സിന്റെ ശക്തിയും വാശിയും കീഴടക്കി കളയുന്നു. ബുദ്ധിയോണ്ട് വിചാരിക്കും നമ്മൾ കോപം ഒന്നും കാണിക്കരുത്, ആരോടായാലും ദേഷ്യം വരെ പാടില്ല എന്നൊക്കെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിരിക്കും. പക്ഷെ മനസ്സ് അത് സമ്മതിക്കില്ല. പ്രായോഗിക ജീവിതത്തിൽ അസംഖ്യം ശത്രുക്കളോട് പൊരുതേണ്ടി വരുന്ന മനുഷ്യന് തീർച്ചയായും മനോനിയന്ത്രണം പ്രയാസമുള്ളതാണ്. ശത്രുമിത്രങ്ങളെ സമദൃഷ്ടിയ കാണുന്ന ഒരു മാനസികാവസ്ഥ കൃത്രിമമായി സ്വീകരിക്കാൻ കഴിഞ്ഞേക്കുമെങ്കിലും, കൃത്രിമമായിട്ട് നമുക്ക് തോന്നും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ വാസ്തവത്തിൽ ഒരു പ്രാപഞ്ചിക മനുഷ്യനും അത് സാധ്യമല്ല. കൊടും കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ ദുഷ്കരമാണത്. വൈദിക ശാസ്ത്രത്തിൽ കഠോപനിഷത്ത് പറയുന്നു: ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാനാഹുർവിഷയാംശേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേദാഹുർമനീഷിണ. ഭൗതിക ദേഹമാകുന്ന രഥത്തിലെ തേരാളിയാണ് ജീവാത്മാവ് എന്നാൽ നമ്മൾ ചിത്രമടക്കം ഇത് വിവരിച്ചു തന്നതാണ്, അല്ലെ. ദേഹം, രഥം, തേരാളി ജീവാത്മാവ്, ബുദ്ധി നയിക്കുന്ന സാരഥി, മനസ്സ് കടിഞ്ഞാണ്, ഇന്ദ്രിയങ്ങൾ കുതിരകൾ. അത് നോട്ട് ചെയ്ത് വയ്ക്കണം, ശരിക്കും വന്ന് എഴുതിയിട്ടുണ്ട്. അത് ഭൗതിക ദേഹം രഥത്തിലെ തേരാളി, ജീവാത്മാവ് ബുദ്ധിയാണ് നയിക്കുന്ന സാരഥി, മനസ്സ് കടിഞ്ഞാൺ, ഇന്ദ്രിയങ്ങൾ കുതിരകള്. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും സമ്പർക്കത്താൽ ജീവൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അഭിജ്ഞരായവർ ഇത് മനസ്സിലാക്കുന്നു. അപ്പൊ മനസ്സിന് വഴികാട്ടേണ്ടതാണ് ബുദ്ധി. എങ്കിലും തൻ്റെ വാശിയും ബലവും കൊണ്ട് പലപ്പോഴും അത് ബുദ്ധിയാണ് കീഴടക്കുന്നത്. അപ്പോൾ കടുത്ത രോഗബാധ ഔഷധങ്ങളുടെ ശക്തിയെ എത്ര നല്ല മരുന്നാണ് ചെയ്തെന്നുണ്ടെങ്കിലും രോഗം കൂടുതലാണെങ്കിൽ അത് ഒന്നും ഏശാത്ത പോലെ, കടുത്ത രോഗബാധ ഔഷധങ്ങളുടെ ശക്തിയെ തോൽപ്പിക്കുന്നത് പോലെ വഴക്കമില്ലാത്ത ഒരു മനസ്സിനെ യോഗചര്യ കൊണ്ട് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അർജുനനെ പോലുള്ള ഒരു പ്രാപഞ്ചികന് അത് സാധ്യമല്ല. ആധുനിക മനുഷ്യരെ കുറിച്ച് പിന്നെന്ത് പറയാനാണ്. ഹരേ കൃഷ്ണ എന്ന മോക്ഷദായക മഹാമന്ത്രം ഏറ്റവും വിനയത്തോടെ ജപിക്കുക മാത്രമാണ്
മനോനിയന്ത്രണത്തിന് ഏറ്റവും പ്രയാസം കുറഞ്ഞ ഉപായം. അപ്പൊ എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുക? ഹരേ കൃഷ്ണ മഹാമന്ത്രം ഏറ്റവും വിനയത്തോടെ ജപിക്കുക. അപ്പൊ ഭഗവാൻ നമ്മളുടെ ഉള്ളിലേക്ക് പതിയെ 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 വരാൻ തുടങ്ങും. സവൈ മനകൃഷ്ണ പദാരവിന്ദയോ, സവൈ മനകൃഷ്ണ പദാരവിന്ദയോ എന്നതാണ് ഇതിന് നിർദ്ദിഷ്ടം. അതേ പദ്ധതി. മനസ്സ് കൃഷ്ണന്റെ പദാരവിന്ദം. അരവിന്ദം എന്ന് വെച്ചാൽ എന്താ? താമര. പാദമാകുന്ന അരവിന്ദത്തില്, അതായത് താമരപ്പൂ പോലെ അത്രയോ മനോഹരമായ ആ പാദങ്ങളില് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്ന് ചേർത്ത് വെക്കുക. അപ്പോൾ എന്താവും? പതുക്കെ പതുക്കെ നമ്മുടെ അഹങ്കാരമൊക്കെ ഒന്ന് കുറയും. അപ്പോൾ നമ്മൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ച ഗുഹ്യതേ. അപ്പൊ കൃഷ്ണൻ എന്താ മറുപടി പറഞ്ഞ്? ആദ്യം എന്ത് പറഞ്ഞു? മനസ്സ് ചഞ്ചലമാണ് കൃഷ്ണ, അത് വഴങ്ങില്ല, ബലമേറിയതാണ്, കാറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റും, മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞത്? ഏയ് പറ്റും, നിന്നെ കൊണ്ട് പറ്റും എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? അസംശയം മഹാബാഹോ, ശരിയാണ്, സംശയമില്ല അതില്. മനസ്സിനെ പിടിച്ചു നിർത്താൻ ഭയങ്കര പാട് തന്നെയാണ്. പക്ഷെ എങ്ങനെ പറ്റും? മനോദുർവിഗ്രഹം ചലം. എങ്ങനെ പറ്റുക? മനസ്സ് യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും പരിശീലനം കൊണ്ട്. അഭ്യാസേന തു കൗന്ദേയ, കുന്തിപുത്ര, പരിശീലനം കൊണ്ട് പറ്റും. അഭ്യാസം, നിത്യാഭ്യാസ എടുക്കുന്നാണല്ലേ പറയണത്. അതുപോലെ അഭ്യാസേന തു കൗന്ദേയ, കുന്തിപുത്ര അഭ്യാസേന. പിന്നെ വൈരാഗ്യം. എന്താണ് വൈരാഗ്യം? ദേഷ്യമാണോ? നിസ്സംഗത. വൈരാഗ്യം കൊണ്ട്. വൈരാഗ്യം എന്ന് വെച്ചാൽ എല്ലാത്തിൽ നിന്നും ഒരു വിടുതൽ. അങ്ങനെ നമുക്ക്, അല്ലാണ്ട് ഒറ്റ കുത്തു കൊടുക്കുക അങ്ങനല്ല. എല്ലാത്തിൽ നിന്നും വിട്ട് ഒഴിഞ്ഞു നിന്നാല് നമ്മളെ കൊണ്ട് പറ്റും. വൈരാഗ്യണ ഗൃഹതേ ജയിക്കപ്പെടുന്നു. ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ്. ശരിയാണ്, അത് മനസ്സിനെ അടക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ്. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അർജുനൻ പറഞ്ഞതുപോലെ വഴക്കമില്ലാത്ത മനസ്സിനെ നിയന്ത്രിക്കാൻ ഒട്ടും എളുപ്പമല്ലെന്ന് ഭഗവാൻ സമ്മതിക്കുന്നു. അതിന്റെ വിവർത്തനം അല്ല ഭാവാർത്ഥം ഒന്ന് വായിച്ച മാതാജി. ഞാൻ വായിക്കട്ടെ മാതാജി? ഭാവാർത്ഥം. അർജുനൻ പറഞ്ഞതുപോലെ വഴക്കമില്ലാത്ത മനസ്സിനെ നിയന്ത്രിക്കാൻ ഒട്ടും എളുപ്പമല്ലെന്ന് ഭഗവാൻ സമ്മതിക്കുന്നു. എങ്കിലും പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഉപദേശം. എന്താണ് ഈ പരിശീലനം? പുണ്യസ്ഥലങ്ങളിൽ പോയി ഇരിക്കൽ, പരമാത്മാവിൽ മനസ്സുറപ്പിക്കൽ, ഇന്ദ്രിയ മനസ്സുകളുടെ നിയന്ത്രണം, ബ്രഹ്മചര്യവ്രതം, ഏകാന്തവാസം എന്നീ കർക്കശ നിബന്ധനകൾ പാലിക്കാൻ ഇക്കാലത്ത് ആർക്കും കഴിയുകയില്ല. എന്നാൽ കൃഷ്ണാവബോധം ഉൾക്കൊള്ളുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് 9 വിധം ഭഗവത് സേവനങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. അതിൽ ആദ്യത്തേതും ഏതൊക്കെയാണത്? കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചന, വന്ദനം, ദാസ്യം, ആത്മനിവേദനം. അതിൽ ആദ്യത്തേതും പ്രമുഖവുമായ ഭഗവത് സേവനം കൃഷ്ണ കഥാശ്രവണം തന്നെ. മനസ്സിലെ സംശയങ്ങളെല്ലാം തുടച്ചു മാറ്റാൻ വേണ്ടുന്ന ദിവ്യത്വവും ശക്തിയും ഉണ്ടതിന്. കൃഷ്ണനെ പറ്റി എത്ര കണ്ട് കേൾക്കുന്നുവോ അത്ര കണ്ട് വിജ്ഞാനം ഉണ്ടാക്കുന്നതാണ്. കൃഷ്ണനിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന ഏതിലും അയാൾക്ക് വിരക്തി തോന്നുകയും ചെയ്യും. നേരത്തെ പറഞ്ഞില്ലേ എന്താണ്? വൈരാഗ്യം എന്ന് വെച്ചാല് വിരക്തി തോന്നുകയും ചെയ്യും. ഭഗവതർപ്പണമായിട്ടല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുന്നത് കൊണ്ട് എളുപ്പത്തിൽ വൈരാഗ്യം നേടാം. നിസ്സംഗത. ഭൗതികമായതിൽ വിരക്തിയും ആധ്യാത്മികതയിൽ താല്പര്യവുമുള്ള അവസ്ഥയത്രേ വൈരാഗ്യം. കൃഷ്ണന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മനസ്സിനെ ബന്ധപ്പെടുത്തുന്നതിനേക്കാൾ ദുഷ്കരമാണ് അവ്യക്തിഗതവാദികളുടെ ആത്മീയ വിരക്തി.
ഭക്തിയുത ഭഗവത് സേവനം പ്രായോഗികമാണ്. കൃഷ്ണനെ കുറിച്ച് കേൾക്കുന്നത് കൊണ്ട് ഒരാൾ പരമാത്മാവിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഈ ആകർഷണത്തെയാണ് പരേശാനുഭവം അല്ലെങ്കിൽ ആത്മീയ സംതൃപ്തി എന്ന് പറയുന്നത്. വിശന്നു വലഞ്ഞവന് താൻ ഉണ്ണുന്ന ഓരോ ഉരുളയും നൽകുന്ന സംതൃപ്തിയോട് സദൃശമാണിത്. വിശപ്പുള്ളപ്പോൾ എത്ര കണ്ട് ഭക്ഷിക്കുന്നുവോ അത്ര കണ്ട് ഒരാൾ സംതൃപ്തിയും കരുത്തും വർദ്ധിക്കുന്നതായി അനുഭവപ്പെടും. അതേപോലെ ഭക്തിയുത സേവനം കൊണ്ട് മനസ്സ് ഭൗതികോദ്ദേശങ്ങളിൽ നിന്ന് പിന്മാറുമ്പോൾ ഒരാൾ ദിവ്യ സംതൃപ്തി അടയുന്നു. വിദഗ്ധ ചികിത്സ കൊണ്ടും ശരിയായ ഭക്ഷണം കൊണ്ടും രോഗം ഭേദമാകുന്നത് പോലെ കൃഷ്ണന്റെ അതീന്ദ്രിയമായ ലീലകളെ കുറിച്ച് കേൾക്കുന്നത് മോഹാകുലമായ മനസ്സിന് വിദഗ്ധ ചികിത്സയും കൃഷ്ണന് നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നത് ദുരിതം അനുഭവിക്കുന്ന രോഗിക്ക് പഥ്യഭോജനവും അത്രേ. ഈ ചികിത്സയാണ് കൃഷ്ണാവബോധ പ്രക്രിയ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ കൃഷ്ണാബോധ പ്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ അല്ലാണ്ട് വിരക്തി പെട്ടെന്ന് വരില്ല. അഭ്യാസം കൊണ്ട്, അത് പരിശീലനം കൊണ്ട് നമുക്ക് എന്തായാലും ലഭിക്കും. നവവിധ ഭക്തിയില് പരിശീലനം ചെയ്യുക. അപ്പൊ എന്താണ്, കാറ്റിനെ പിടിച്ചു നിർത്തുന്ന അത് ബുദ്ധിമുട്ടാവും. മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ശ്ലോകം 36. അസംദയം ആത്മാന യോഗോ ദുഷ്പ്രാപ ഇതി മേ മതി വശ്യാത്മനാതു യദദ ശാക്യോ വാപ്തുമുപായത. മനോനിയന്ത്രണമില്ലാത്തവന് ആത്മസാക്ഷാത്കാരം പ്രയാസമേറിയതാണ്. മനസ്സിനെ കീഴടക്കി വേണ്ടും വിധത്തിൽ ശ്രമിക്കുന്നവനാട്ടെ അതിൽ വിജയം നിശ്ചയമാണ് താനും. അതാണ് എൻ്റെ അഭിപ്രായം. കണ്ട, കാറ്റ് വന്ന് ഇതൊക്കെ പോണ പോലെ കാറ്റിനെ നിയന്ത്രിക്കാൻ പറ്റും, പക്ഷെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാണെന്ന് കാണിക്കുന്നു. ഇനി എന്താണ് ഭഗവാൻ കൃഷ്ണന്റെ അഭിപ്രായം? ഭാവാർത്ഥം: മനസ്സിനെ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് വേർപെടുത്താൻ ഉതകുന്ന ചികിത്സ ചെയ്യാതെ ഒരാൾക്ക് ആത്മസാക്ഷാത്കാരം സിദ്ധിക്കാൻ പ്രയാസമാണെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. ഭൗതിക സുഖങ്ങളിൽ മനസ്സ് മുഴുകിയിരിക്കുമ്പോൾ യോഗാനുഷ്ഠാനത്തിന് യത്നിക്കുന്നത് മുകളിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ചുവട്ടിൽ തീ കൂട്ടുവാൻ പാടുപെടുന്നത് പോലെയാണ്. മുകളിൽ നിന്ന് വെള്ളം വീണുകൊണ്ടേയിരിക്കുന്നു, ചുവട്ടിൽ എങ്ങനെ തീ കൂട്ടി കത്തിക്കാൻ സാധിക്കുക? അപ്പൊ എന്താ വേണം? ആദ്യം ആ വെള്ളം ഒഴിക്കുന്നത് നിർത്തിയിട്ട് വേണം അടുപ്പിൽ തീ കൂട്ടാൻ, അല്ലെ? തീ കൂട്ടുവാൻ പാടുപെടുന്നു. മനോനിയന്ത്രണമില്ലാത്ത യോഗാനുഷ്ഠാനം സമയം പാഴാക്കലല്ലാതെ മറ്റൊന്നുമല്ല. അത്തരം ഒരു യോഗ പ്രദർശനം ഭൗതികമായി ലാഭകരമായേക്കാം. ചിലവര് എന്തെങ്കിലും ഒന്ന് നമുക്ക് വേണ്ടാന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ അത് തന്നെ ഡെയിലി, ഇപ്പൊ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കുക, അപ്പൊ 2-3-4 ദിവസം ഒരുമിച്ച് ബിരിയാണി തന്നെ കഴിക്കുക. അവസാനം നമ്മൾ എന്ത് പറയും? അയ്യോ അത് വേണ്ട, ഇനി സാധാ ചോറ് മതി എന്നുള്ളൊരു മട്ടിലേക്ക് വരും. പിന്നെ ബിരിയാണി കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പോലെയാവും. കുറേ ദിവസം അങ്ങനെ കടുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്നിനോടും ഇഷ്ടം വരില്ല. മനുഷ്യനകത്ത് എന്താണ്, എപ്പോഴും വ്യത്യസ്തതയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പം അതുപോലെ മനോനിയന്ത്രണമില്ലാത്ത യോഗാനുഷ്ഠാനം സമയം പാഴാക്കലാണ്. അതുകൊണ്ട് ഭക്തൻ നിരന്തരം പ്രേമപൂർവകമായ ഭഗവത് സേവനത്തില് നവവിധ ഭക്തിയിൽ ഏർപ്പെടുന്നതോടുകൂടി മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. കൃഷ്ണാബോധത്തിൽ മുഴുകാതെ ഒരാൾക്ക് മനസ്സിനെ തുടർച്ചയായി നിയന്ത്രിക്കാനാവില്ല. അതിന് കൃഷ്ണാബോധത്തിലേക്ക് പോകുന്നതിനുള്ള ആദ്യ പടിയാണ് നാമജപം. നാമം ജപിച്ച് അതിലൊരു രുചി വരണം. ആ രുചി വരുമ്പോൾ നമുക്ക് ആ സമയത്ത് ഭഗവാൻ തനിയെ എഴുന്നേൽപ്പിക്കും. മതി, ഉറങ്ങിയത് മതി, എഴുന്നേൽക്കൂ, നാമം ജപിക്കണം, എൻ്റെ നാമം എനിക്ക് കേൾക്കണം എന്നുള്ള മട്ടിൽ ഭഗവാൻ നമ്മളെ ഉണർത്തും. അത് ഉറപ്പാണ്. കൃഷ്ണാബോധവാനായ ഒരാൾ പ്രത്യേക പ്രയത്നം ഒന്നും കൂടാതെ യോഗ പരിശീലനത്തിൻ്റെ ഫലം അനായാസേന നേടുന്നു. അതേസമയം നമ്മൾ ഓരോടത്ത് പോയി യോഗയൊക്കെ ചെയ്ത് പഠിച്ചു വന്ന് പിന്നെ പിറ്റേ ദിവസം അതേ സമയത്ത് നമുക്ക് യോഗ ചെയ്യാനൊന്നും തോന്നില്ല. നമ്മൾ വിചാരിക്കും കുറച്ചു നേരം കഴിയട്ടെ, പിന്നെ ആവട്ടെ. അതേസമയം നമ്മൾ സ്വയം തുടങ്ങിയതാണ് നാമജപം. അത് ആ കൃത്യസമയത്ത് ചൊല്ലാനായിട്ട് ഒരാൾ പറഞ്ഞു തരാണ്ട് തന്നെ നമുക്ക് തോന്നും. അർജുനവാച അയതി ശ്രദ്ധയോഭേദോ യോഗ ചലിത മാനസ അപ്രാപ്യ യോഗ സംസിദ്ധിയും കാംഗതിയും കൃഷ്ണ ഗച്ഛതി. അർജുനൻ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, വിജയം പ്രാപിക്കാത്ത അതീന്ദ്രജ്ഞാനിയുടെ ഗതി എന്ത്? ആരംഭത്തിൽ വിശ്വാസപൂർവ്വം ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ഭൗതിക വാസനകളാൽ വഴിതെറ്റിക്കപ്പെട്ട യോഗത്തിന്റെ പരിപൂർണതയിൽ എത്താതെ പിന്മാറുകയും ചെയ്യുന്ന യോഗിക്ക് എന്ത് സംഭവിക്കും?
ഭാവാർത്ഥം നോക്കാം. ആത്മസാക്ഷാത്കാരത്തിലേക്ക് അഥവാ യോഗ ദർശനങ്ങളിലേക്കുള്ള വഴിയാണ് ഭഗവത്ഗീത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജീവസത്ത ഈ ഭൗതിക ശരീരമല്ല, അതിൽ നിന്ന് ഭിന്നനാണെന്നും തൻ്റെ യഥാർത്ഥ ജീവിതം സച്ചിദാനന്ദ ജീവിതത്തിലാണെന്നുമുള്ള ബോധം, അതാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ അടിസ്ഥാന തത്വം. അത് തന്നെയാണ്. അപ്പൊ ജ്ഞാനമാർഗത്തിലൂടെയോ അഷ്ടാംഗ യോഗചര്യയിലൂടെയോ ഒക്കെ പോയാലും ഭക്തിയോഗം വഴിക്കോ ജനങ്ങൾ ആത്മസാക്ഷാത്കാരം നേടുന്നു. ഏത് വഴിക്കായാലും ജീവാത്മാവിൻ്റെ മൂലസ്വരൂപത്തെയും ഭഗവാനുമായുള്ള ബന്ധത്തെയും മനസ്സിലാക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം പുനഃസ്ഥാപിച്ച് കൃഷ്ണാബോധത്തിൻ്റെ പരമകാഷ്ഠയിലെത്തേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതുണ്ട്. അപ്പൊ ഈ 3 പദ്ധതികളും ഏതൊക്കെയാണ്? 3 പദ്ധതി. ഒന്ന് ജ്ഞാനമാർഗം, ഒന്ന് അഷ്ടാംഗയോഗ പദ്ധതി, 3 ഭക്തിയോഗം. അത് 2-ാം അധ്യായത്തിൽ ഭഗവാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മോക്ഷത്തിലേക്കുള്ള വൻ പ്രതീക്ഷയാണ്. അപ്പൊ ഭക്തിയോഗമാണ് ഭഗവാൻ പറയുന്നത് ഏറ്റവും അനുയോജ്യമായത്. ഭക്തിയോഗം. ഒരാൾ ആത്മാർത്ഥതയോടെ സാക്ഷാത്കാരത്തിന്റെ മാർഗം സ്വീകരിക്കാം. അപ്പൊ പ്രലോഭനങ്ങൾ കൊണ്ട് മായാശക്തിയെ തോൽപ്പിക്കാൻ തുനിയുന്നു. സ്വാഭാവികമായി തന്നെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രലോഭനം വരുവാണ്. നമ്മൾ എത്ര അടക്കി നിർത്താന്ന് വിചാരിച്ചാലും പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രലോഭനം കൊണ്ട് നമ്മുടെ മനസ്സിനെ അത് മാറ്റിക്കൊണ്ടേയിരിക്കും. യോഗാചലിത മാനസ, ആധ്യാത്മികമായ മാർഗത്തിൽ നിന്നുള്ള ഭ്രംശമാണിത്. ആത്മജ്ഞാനത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചാലുള്ള ഫലം എന്തെന്നറിയാൻ അർജുന് ആഗ്രഹമുണ്ടായി. കച്ചിന്നോ ഭയ വിഭ്രഷ്ടാശ്ചിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമുഢ ബ്രഹ്മണ പതിഹേ. ഹേ മഹാബാഹോ കൃഷ്ണ, അങ്ങനെ അതീന്ദ്രിയരുടെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി തീർന്ന ഒരാൾ ഭൗതികമായോ ആധ്യാത്മികമായോ ആധ്യാത്മികമായോ ഉത്കർഷം നേടാനാവാതെയും ഒരിടത്തും സ്ഥാനമില്ലാതെയും ഛിന്ന ഭിന്നമായി പോയ മേഘത്തെ പോലെ നശിക്കുമോ എന്നാണ് അർജുനൻ സംശയം ചോദിക്കാന്. പുരോഗതി 2 തരത്തിലുണ്ട്. ഒന്ന്, ഭൗതികവാദികൾക്ക് അതീന്ദ്രിയ സത്തയിൽ താല്പര്യമില്ല. സാമ്പത്തിക അഭിവൃദ്ധി മൂലമുണ്ടാകുന്ന ഭൗതിക ഉത്കർഷത്തിലാണ് അവർക്ക് കൂടുതൽ താല്പര്യം. കൂടാതെ വിഹിത കർമ്മങ്ങളാൽ നേടാവുന്ന ഉപരിലോകവാസത്തിലും അവർക്ക് സ്വർഗത്തിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ. അപ്പൊ എല്ലാ പ്രാപഞ്ചിക കൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞേൽക്കുകയും സകല ഭൗതിക സുഖങ്ങളും ത്യജിക്കുകയും വേണം. തൻ്റെ പരിശ്രമത്തിൽ വിജയിക്കാത്ത പക്ഷം 2 വഴിയും നഷ്ടപ്പെട്ടെന്ന് അയാൾക്ക് തോന്നാം. ഇത് ഈ ഒരു ചിത്രം കണ്ടില്ലേ? ശമീക മഹർഷി എന്ന് പറഞ്ഞ മഹർഷിയാണ് ഇവിടെ ഇരിക്കണത്. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ജലത്തിന്റെ അടിയിൽ പോയിട്ട് തപസ് ചെയ്തു. ജലത്തിന്റെ അടിയിൽ പോയിട്ട് തപസ് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാം നിയന്ത്രിക്കുകയാണ്. അതായത് കണ്ണ് ഒക്കെ തുറന്ന് ഇരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ട. മൂക്കിൽ കൂടെ ഒന്നും വെള്ളം പോണില്ല, ഒന്നുമില്ല. താഴെ ജലത്തിനടിയിലിരുന്ന് തപസ് ചെയ്യുമ്പോൾ അദ്ദേഹം 2 മത്സ്യങ്ങൾ ഇണചേരുന്നത് കൊണ്ടു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയ സുഖം ഓർമ്മ വന്ന് അദ്ദേഹം മുകളിൽ വന്ന് കല്യാണം കഴിച്ച 1000 മക്കളുണ്ടായി എന്നാണ് പറയണത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ എങ്ങനെ എത്ര അഷ്ടാംഗ യോഗ ചെയ്ത് എങ്ങനെയൊക്കെ മനസ്സിനെ കൺട്രോൾ ചെയ്താലും എന്താണ് ഇന്ദ്രിയങ്ങൾ നമ്മളെ പ്രലോഭിപ്പിക്കും. അപ്പൊ അതിനുള്ള ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വിജയിക്കാത്ത അതീന്ദ്രിയവാദികൾ ഇവയിൽ ഏതെങ്കിലും നേടുന്നു സ്വർഗീയ ആസ്വാദനം, തുടർന്ന് ഒരു കുലീന ജന്മം അവരൽപ്പം പുരോഗമിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിമാനായ അതീന്ദ്രിയവാദികളുടെ കുടുംബത്തിൽ ജനനം, അത് അവർക്ക് ഉടനടി കൂടുതൽ പരിശീലനം നൽകുന്നു, അവർ കൂടുതൽ പുരോഗമിച്ചവരാണെങ്കിൽ, അങ്ങനെ പറയണം. അപ്പൊ തൻ്റെ പരിശ്രമത്തിൽ വിജയിക്കാത്ത പക്ഷം 2 വഴിയും നഷ്ടപ്പെട്ടു എന്ന് അയാൾക്ക് തോന്നാം. ഭൗതിക ഭോഗങ്ങളോ ആധ്യാത്മിക വിജയമോ ആസ്വദിക്കാൻ അയാൾക്ക് കഴിയാതെയാകുന്നു. നിലതെറ്റിയ അയാൾ ഛിന്ന ഭിന്നമായ ഒരു മേഘത്തെ പോലെയാണ്. ആകാശത്തിൽ ഒരു ശകലം ചിലപ്പോൾ ചെറിയൊരു മേഘത്തിൽ നിന്ന് വിട്ടുപോന്ന് വലിയ ഒന്നിനോട് ചേരാറുണ്ട്. അങ്ങനെ യോജിക്കാനാവാതെ വരുമ്പോൾ കാറ്റ് പറത്തിവിടുന്നു. ആ മേഘക്കേറ് നിസ്സീമതയിൽ നിരാധാരമായി പാറി നടന്നു മറിയുന്നു. താൻ മൗലികമായ ആത്മസത്തയാണെന്നും ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നീ അവസ്ഥകളിൽ സ്വയം ആവിഷ്കരിക്കുന്ന
കൃഷ്ണന്റെ ഒരംശമാണ് താനെന്നും പ്രത്യക്ഷീഭാവമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ആ പരബ്രഹ്മ പുരുഷനെ സ്വയം സമർപ്പിക്കുന്നവൻ, ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന് സേവ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ വിജയം കൈവരിച്ച യോഗിയാണ്. ബ്രഹ്മത്തെയോ പരമാത്മാവിനെയോ സാക്ഷാത്കരിച്ച് ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് അനേകം ജന്മങ്ങൾ വേണ്ടിവരും. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനാവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ എന്നാണ് അല്ലെ പഠിച്ചിരിക്കണം ഭഗവത്ഗീതയില്. അതിനാൽ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള അത്യുത്തമ മാർഗം ഏത് മാർഗമാണ്? ഭക്തിയോഗം അഥവാ നേരിട്ടുള്ള കൃഷ്ണാബോധ പദ്ധതിയാണ്. അല്ലാണ്ട് എങ്ങനെ നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം, കടിച്ചമർത്തി വെക്കാം എന്ന് പറഞ്ഞാലും നടക്കില്ല. ഒരു നേരിയ ഇപ്പൊ ഭരതമുനി അല്ലെ എല്ലാം വിട്ട് ഇതിൽ വന്നേണ് അവസാനം എന്ത് പറഞ്ഞു? ഒരു മാനിനെ കണ്ടതിനെ ശുശ്രൂഷിക്കേണ്ട തിരക്കില് ഒരു ജന്മം പാഴാക്കി. പിന്നീട് അടുത്തൊരു ജന്മം മാനായി വന്നു. വീണ്ടും വേറൊരു ജന്മം വന്നപ്പോഴാണ് ജഡഭരതനായിട്ട് ഭഗവാനിൽ പിന്നിലേക്കാണ് പോണത്. അപ്പോൾ ഇത് നോക്കാം 39. ഏതന്മേ സംശയം കൃഷ്ണ ചേത്തുമർഹസ്യ ശേഷത ത്വതന്യ സംശയസ്യാസ്യ ചേതാനാഹുപത്യതേ. അല്ലയോ കൃഷ്ണ, ഇതാണ് എൻ്റെ സംശയം, അങ്ങ് തന്നെ ഇത് പൂർണ്ണമായും തീർത്തു തരണം. അങ്ങയെ അല്ലാതെ ഈ സംശയം അകറ്റാൻ കഴിവുള്ളയാളായിട്ട് ആരെയും ഞാൻ കാണുന്നില്ല. അപ്പൊ ഓരോരോ സംശയങ്ങളെ എന്തുകൊണ്ടാണ് അർജുനൻ ഈ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്? നമ്മൾക്ക് വേണ്ടിയാണ്. അർജുനൻ എന്ന് പറഞ്ഞ ഒരു മുക്താത്മാവാണ്. പക്ഷെ നമ്മളെ പോലുള്ള പതിതാത്മാക്കൾക്ക് വേണ്ടിയാണ് അർജുനൻ ഈ സംശയങ്ങളൊക്കെ ചോദിക്കണം. അല്ലയോ കൃഷ്ണ, ഇതാണ് എൻ്റെ സംശയം, അങ്ങ് തന്നെ ഇത് പൂർണ്ണമായും തീർത്തു തരണം. അങ്ങയെ അല്ലാതെ ഈ സംശയം അകറ്റാൻ കഴിവുള്ളതായിട്ട് ആരെയും ഞാൻ കാണുന്നില്ല. ഭഗവാൻ തന്നെ അർജുനൻ അങ്ങനെ ഒരു സംശയക്കാരനാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ഓരോരോ ഇതുകൾ ചോദിക്കാൻ വേണ്ടി. ഭൂതം, വർത്തമാനം, ഭാവി എന്നീ മൂന്നിനെയും അറിയുന്നത് ഭഗവാൻ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു കൂട്ടുകാരനെ പോലെ ഭഗവാനെ ചേർത്ത് പിടിക്കുക. എന്താണ്? ഒരു സുഹൃത്തിന് നമ്മൾ കൂട്ടുകൂടിയാൽ എന്തായിരിക്കും? അപ്പം നടക്കണ കാര്യങ്ങൾ അതേപോലെ കഴിഞ്ഞു പോയ കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ ബോധവാന്മാരാക്കാൻ സാധിക്കും. പക്ഷെ ഭഗവാനെയാണ് നമ്മൾ കൂട്ടുപിടിക്കണമെന്നുണ്ടെങ്കിലോ വരാനിരിക്കുന്നത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കും അതിനും കൂടി നമ്മൾക്കൊരു ഉൾക്കരുത്ത് ഭഗവാൻ തരും. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ഭഗവാനെയാണ് കൂട്ടുപിടിക്കേണ്ടത്, സുഹൃത്തായി കാണേണ്ടത്. ഭൂതം, വർത്തമാനം, ഭാവി മൂന്നിനെയും അറിയുന്നത് ഭഗവാൻ മാത്രമാണ്. എല്ലാ ജീവാത്മാക്കളും ആദ്യകാലത്തെ ഉണ്ടായിരുന്നു, ഇന്നും ജീവിക്കുന്നു. ഭാവിയിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തരായാൽ പോലും വ്യക്തികളായി തന്നെ അവർ വർത്തിക്കുകയും ചെയ്യുമെന്ന് ഭഗവത്ഗീതയുടെ ആരംഭത്തിൽ കൃഷ്ണൻ പറയുകയുണ്ടായി. അങ്ങനെ ഓരോ ജീവ വ്യക്തിയുടെയും ഭാവി എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. നമ്മള് അയ്യോ എൻ്റെ പണം 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 എന്ന് വിചാരിച്ച് മരിക്കണ ആൾക്കാരെന്താവും? പണപ്പെട്ടിയിലെ പാറ്റയായി തീരും. അവിടെ കിടന്ന് ആ പണവും മണത്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് അവസാനം ഒരു ഹിറ്റില് ജീവിതം തീരും അല്ലെ. ഒന്ന് ഹിറ്റ് അടിച്ചാൽ മതി, അതിൻ്റെ അവസാനമായി. അപ്പൊ അതുപോലെ ആയിത്തരും. പിന്നെ അതേപോലെ എപ്പോഴും എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ് നോക്കണവര് എന്തായി മാറും? ആ വീട്ടിലൊരു പട്ടിയായിട്ട് വരും. ആ വീടിന് കാവല് കിടക്കണ ഒരു നായയുടെ ജന്മമായിരിക്കും കിട്ടുക. അപ്പൊ ഇതൊന്നും നമ്മള് ഭഗവാനെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതൊന്നും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും വരല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുക. ഇത് ഈ മനുഷ്യജന്മമാണ് നമുക്ക് അടുത്ത ജീവിതം കിട്ടാനുള്ള ഒരു കാരണമായി തീരുന്നത്. അപ്പൊ ആധ്യാത്മിക മാർഗത്തിൽ പരാജിതരായവരുടെ ഭാവിയെ പറ്റിയാണ് അർജുനൻ ഇപ്പോൾ അറിയേണ്ടത്. അതാണ് അർജുനൻ ചോദിക്കണേ, അങ്ങനെ പരാജിതരായാൽ എന്ത് സംഭവിക്കും? കൃഷ്ണനോട് സദൃശനായോ കൃഷ്ണനേക്കാൾ ഉന്നതനായോ ആരുമില്ല. ഭൗതിക പ്രകൃതിയുടെ കാരുണ്യം കൊണ്ട് കഴിഞ്ഞു പോകുന്ന തത്വജ്ഞാനികളോ പേരുകേട്ട മഹർഷിമാരോ നിശ്ചയമായും കൃഷ്ണന് കിട നിൽക്കാൻ വന്നവരല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിധി അന്തിമവും എല്ലാ സംശയങ്ങൾക്കുമുള്ള സമ്പൂർണ്ണ ഉത്തരവുമാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ഭൂത ഭാവി വർത്തമാനങ്ങൾ പൂർണ്ണമായും അറിയാം. എന്നാൽ അദ്ദേഹത്തെ ആർക്കും അറിഞ്ഞുകൂടാ. ഭഗവാന് നമുക്ക് ആർക്കും അറിയില്ല. കൃഷ്ണനും കൃഷ്ണാബോധമാർന്ന ഭക്തനും മാത്രമേ വസ്തുതകളെ യഥാർത്ഥമായി അറിയാൻ സാധിക്കൂ.
ശ്രീഭഗവാനുവാച പാർത്ഥനൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യത്തെ നഹി കല്യാണകൃത് കച്ചിത് ദുർഗതിം താത ഗച്ഛതി. ശ്രീ ഭഗവാൻ പറഞ്ഞു. എന്താ പറഞ്ഞത് ഭഗവാൻ? പാർത്ഥ മംഗളകരങ്ങളായ കർമ്മങ്ങളെ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീഭഗവാനുവാച പാർത്ഥനൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃതശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, മംഗളകരമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക ജ്ഞാനിക്ക് ഈ ലോകത്തിലാകട്ടെ ആത്മീയ ലോകത്തിലാകട്ടെ നാശമില്ല. സുഹൃത്തെ, നന്മ ചെയ്യുന്നവൻ ഒരിക്കലും ദുർഗതി സംഭവിക്കാൻ വയ്യ. ഭാഗവതത്തില് 1-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായം 17-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്, തെക്താ സ്വധർമ്മം ചരണാംബുജം ഹരേർഭജന്ന ഭക്വോദപദേ തദോ യതി യത്ര ക്വഭദ്രമഭൂതമൂഷ്യ കിം കേവാർത്താപ്തോ ഭജതാം സ്വധർമ്മദ. ഭൗതിക ധർമ്മങ്ങളെല്ലാം ത്യജിച്ച് ഭഗവാന്റെ ചരണങ്ങളിൽ ആശ്രയം തേടുന്നവർക്ക് ഒരു വിധത്തിലും നഷ്ടമോ പതനമോ ഉണ്ടാവില്ല. മറിച്ച് ഭക്തിയില്ലാത്ത ഒരാൾ തൻ്റെ കർത്തവ്യങ്ങൾ തികച്ചും നിറവേറ്റിയിരുന്നാലും യാതൊരു ഗുണവും നേടുന്നില്ല. ഭക്തിയോടുകൂടി ഭഗവാന്റെ തെക്താ സ്വധർമ്മം ചരണാംബുജം ഹരേർ, ഹരിയുടെ ചരണത്തില് ആ താമരയാകുന്ന ആ പാദങ്ങളിൽ മനസ്സ് ചേർത്ത് വയ്ക്കുക. ആധ്യാത്മികതയിൽ തൽപരനായ മനുഷ്യൻ ആത്മീയ ഉന്നതിക്ക് വേണ്ടി എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും ത്യജിക്കണം. കൃഷ്ണാബോധം തന്നെ ഈ ആത്മീയ ഉത്കർഷം. കൃഷ്ണാബോധത്തിൽ പരിപൂർണതയുടെ ഉച്ചകോടിയിൽ എത്താമെങ്കിലും ആ അവസ്ഥയിലെത്താൻ സാധിക്കാതെ വന്നാൽ അയാൾക്ക് ഭൗതികവും ആധ്യാത്മികവുമായ നഷ്ടം നേരിടും. ആര് വായിക്കും ബാക്കി ഭാഗം? ഹരേ കൃഷ്ണ. ആയിക്കട്ടെ മാതാജി. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ആ അവസ്ഥയിൽ എത്താൻ സാധിക്കാതെ വന്നാൽ അയാൾക്ക് ഭൗതികവും ആധ്യാത്മികവുമായ നഷ്ടം നേരിടുമെന്നും ഒരാൾക്ക് വാദിക്കാം. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റാതിരിക്കുന്നവന് തജ്ജന്യമായ ദുഷ്ഫലം അനുഭവിക്കേണ്ടി വരുമെന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ പ്രസ്താവിക്കുന്നത്. അങ്ങനെ ആധ്യാത്മിക കർമ്മങ്ങളുടെ ശരിയായ നിർവഹണത്തിൽ പരാജയപ്പെടുന്നവൻ പ്രതികരണങ്ങൾക്ക് വിധേയനാകേണ്ടി വരും. എന്നാൽ ഭാഗവതം ഉറപ്പു തരുന്നത് ആ പരാജിതനായ യോഗിക്ക് വിഷമിക്കേണ്ടതില്ലെന്നതാണ്. വിഹിതമായ കർമ്മം വേണ്ടും വിധം അനുഷ്ഠിക്കാതിരുന്നതിന്റെ ദുഷ്ഫലം അനുഭവിക്കേണ്ടി വന്നാൽ പോലും അയാൾക്ക് നഷ്ടമില്ല. എന്തെന്നാൽ മംഗളകരമായ കൃഷ്ണാവബോധം ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല. അതിൽ മുഴുകിയവൻ അടുത്ത ജന്മത്തിൽ നീചകുലത്തിൽ പിറന്നാൽ കൂടി കൃഷ്ണാവബോധത്തോടെയുള്ള പ്രവർത്തനം തുടരും. മറിച്ച് കൃഷ്ണാവബോധം കൂടാതെ സ്വധർമ്മങ്ങൾ പിഴകൂടാതെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് മാത്രം ശുഭകരങ്ങളായ ഫലങ്ങൾ നേടണമെന്നില്ല. ഹരേ കൃഷ്ണ. ഞാൻ അടുത്ത ആൾ വായിക്കേ ബാക്കി. പ്രണാമം. അടുത്ത ആൾ വായിച്ചോളൂ. ഹരേ എല്ലാരും കൃഷ്ണ ഉറങ്ങിപ്പോയാ? ഹരേ കൃഷ്ണ മാതാജി. ആരില്ലേ? ഇതിന്റെ വായിക്കട്ടെ പ്രകാരം മനസ്സിലാക്കാം. മനുഷ്യരിൽ 2 വിഭാഗമുണ്ട്: നിയമത്തിന് വഴങ്ങുന്നവരും വഴങ്ങാത്തവരും. അടുത്ത ജന്മത്തെയോ ആത്മാവിന്റെ മുക്തിയെയോ കുറിച്ച് അറിയാതെ കേവലം മൃഗീയമായ ഇന്ദ്രിയ സുഖാനുഭവത്തിൽ മുഴുകി നാൾ പോക്കുന്നവർ വഴങ്ങാത്തവരുടെ വിഭാഗത്തിൽ പെടുന്നു. ധർമ്മശാസ്ത്ര വിഹിതങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ അനുസാരികൾ അത്രയും. പരിഷ്കൃതമോ അപരിഷ്കൃതമോ വിദ്യാസമ്പന്നമോ നിരക്ഷരമോ ശക്തമോ ബലഹീനമോ ആകട്ടെ, മൃഗീയ വാസനകളുടെ കൂത്തരങ്ങാണ് അനിയന്ത്രിത വിഭാഗം. ആഹാരം, നിദ്ര, സ്വയരക്ഷ, ലൈംഗിക ഭോഗ എന്നീ മൃഗീയ വാസനോ ചോദിതങ്ങളായ പ്രവൃത്തികളിൽ ആനന്ദം തേടി എന്നേക്കും ദുഃഖാപകമായ ഭൗതികതയിൽ ജീവിക്കുന്നു. ഇക്കൂട്ടരുടെ കർമ്മങ്ങൾ ഒരിക്കലും മംഗളകരങ്ങളല്ല. ധർമ്മശാസ്ത്ര പ്രോക്തങ്ങളായ നിയമങ്ങൾക്ക് വഴങ്ങുന്നവരാകട്ടെ ക്രമേണ കൃഷ്ണാവബോധം ഉദിച്ച് തീർച്ചയായും ജീവിതോത്കർഷം നേടുന്നു. ഹരേ കൃഷ്ണ. അടുത്ത ആൾ വായിച്ചോളൂ. മംഗളകരമായ മാർഗത്തിലൂടെ മുന്നേറുന്നവരെ 3ആയി വിഭജിക്കാം. ധർമ്മശാസ്ത്ര ശാസനകൾക്ക് വഴങ്ങി ജീവിച്ച് ഭൗതിക ഐശ്വര്യം അനുഭവിക്കുന്നവർ. 2. ഭൗതിക ജീവിതത്തിൽ നിന്ന് ആത്യന്തിക മോചനം നേടാൻ ഉപായമാരായുന്നവർ. 3. കൃഷ്ണാവബോധമാർന്ന ഭക്തന്മാർ. പ്രാപഞ്ചിക സുഖലബ്ധിക്ക് വേണ്ടി ധർമ്മശാസ്ത്രങ്ങൾ അനുസരിക്കുന്നവരിൽ തന്നെ 2 കൂട്ടരുണ്ട്: ഫലേച്ഛ കൊണ്ട് കർമ്മം ചെയ്യുന്നവരും ഇന്ദ്രിയ സുഖ ഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്നവരും. സുഖാനുഭോഗങ്ങൾക്ക് വേണ്ടി ഫലകാംക്ഷയോടെ പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൽ ഉന്നതി പ്രാപിച്ചേക്കാം, ഉപരിലോകങ്ങളിൽ പോലും എത്തിയെന്ന് വരാം. എങ്കിലും ഭൗതികതയിൽ നിന്ന്
മുക്തരല്ലാത്തത് കൊണ്ട് ശരിക്കും ശ്രേയസ്കരങ്ങളായ വഴിക്കല്ല അവർ നീങ്ങുന്നത്. മുക്തിയിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ മാത്രമേ ശ്രേയസ്കരങ്ങളായിട്ടുള്ളൂ. ഭൗതികവും സ്ഥൂലദേഹ സംബന്ധിയുമായ ജീവിതബോധത്തിൽ നിന്നുള്ള മോചനത്തെ, ആത്യന്തികമായ ആത്മസാക്ഷാത്കാരത്തെ ലക്ഷ്യമാക്കാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ശ്രേയസ്കരമല്ല. കൃഷ്ണാവബോധപൂർവമായ കർമ്മം മാത്രമാണ് ശ്രേയസിന് കാരണമാകുന്നത്. ആ വഴിക്ക് മുന്നേറാൻ വേണ്ടി കൃഷ്ണാവബോധ മാർഗത്തിൽ പുരോഗമിക്കാൻ എന്തു ശാരീരിക ക്ലേശത്തെയും സ്വമേധയാ സ്വീകരിക്കുന്നവന് തികഞ്ഞ അതീന്ദ്രിയജ്ഞാനിയും മഹാതപസ്വിയും എന്ന് തന്നെ കരുതാം. അഷ്ടാംഗയോഗ പദ്ധതിയുടെ അന്തിമ ലക്ഷ്യം കൃഷ്ണാവബോധമാകിയാൽ അതും ശ്രേയസ്കരമത്രേ. ഈ വിഷയത്തിൽ കഴിവുപോലെ ശ്രമിച്ചു പോരുന്നവർക്ക് തരം താഴുമെന്ന ഭയം വേണ്ട. ഭയം വേണ്ട. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജീസ്. അപ്പൊ എന്താ വേണം? കൃഷ്ണാബോധത്തോടെ ആയിരിക്കണം നമ്മള് മുന്നേറേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മൾ താഴെ വീണു പോകാതെ, താഴെ വീണു പോകും എന്ന ഭയം വേണ്ട എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. പ്രാപ്യ പുണ്യകൃതാം ലോകാന്വേഷിത്വാ ശാശ്വതി സമാശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ വിജായതേ. അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരി ലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. അപ്പൊ ഉപരി ലോകങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? സ്വർഗം മുതലായ ബ്രഹ്മലോകം തുടങ്ങിയ അതിന് താഴെയുള്ള ലോകങ്ങളിലൊക്കെ പോയി താമസിച്ചവര് അവിടുത്തെ നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളൊക്കെ തീരുമ്പോൾ വേറെ എവിടേക്ക് വരും? നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. അവർ വന്ന് വീണ്ടും ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. പരാജയമടഞ്ഞ യോഗ്യകളിലും 2 തരക്കാരുണ്ട്. ചിലർ തെല്ലൊന്ന് മുന്നേറിയ ശേഷം വീണുപോകുന്നു. മറ്റു ചിലർ ഏറെക്കാലത്തെ പരിശീലനത്തിന് ശേഷവും അല്പകാലത്തിനുള്ളിൽ തോൽവിയേൽക്കുന്നവരാണ്. പുണ്യാത്മാക്കൾക്ക് മാത്രമായുള്ള ഉപരിലോകങ്ങളിൽ പ്രവേശിക്കുന്നത്. അവിടെ അനേകം വർഷങ്ങൾ കഴിച്ചു കൂട്ടിയതിന് ശേഷം അവർക്ക് പിന്നെയും ഭൂമിയിലേക്ക് വരണം. ഒരു ധർമ്മബോധമുള്ള വൈഷ്ണവ ബ്രാഹ്മണന്റെയോ കുലശ്രേഷ്ഠതയുള്ള ധനാഢ്യന്റെയോ കുടുംബത്തിലായിരിക്കും അവർക്ക് പിറക്കാൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും അവര് കൃഷ്ണാബോധത്തിലേക്ക് തിരിയാണെങ്കിൽ അവർക്ക് അതിനുള്ള ഫലം വീണ്ടും കിട്ടും. അതേസമയം അധർമ്മത്തിലേക്ക് പോകുകയാണെങ്കിൽ പിന്നീട് പിറക്കണത് നീച ജന്മത്തിലായിരിക്കും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കൃഷ്ണാബോധത്തിന്റെ അത്യുന്നത പരിപൂർണതയെ ആർജിക്കലാണ് യോഗാനുഷ്ഠാനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം. ഈ അധ്യായത്തിന്റെ ഒടുവിലുള്ള ശ്ലോകം അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതിനു വേണ്ടുന്ന മഹാപ്രയത്നത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നതിന് കഴിയാതെ പോയവർക്കും ഭൗതിക ആകർഷണങ്ങൾക്ക് വഴങ്ങി യത്നത്തിൽ പരാജിതരായവർക്കും തങ്ങളുടെ ഭൗതിക വാസനകളെ പൂർണ്ണമായി ഉപയോഗിക്കാൻ ഭഗവത് കരുണയാൽ അവസരം ലഭിക്കും. പിൽക്കാലത്ത് ധർമ്മബോധവും ശ്രേഷ്ഠതയുമുള്ള കുടുംബങ്ങളിൽ ഐശ്വര്യത്തോടെ ജീവിക്കാനും അവർക്ക് അവസരമുണ്ടാകുന്നു. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ ഭാവാർത്ഥം ഇപ്പൊ വായിക്കുമ്പോൾ എത്ര വിശദമായിട്ടാണ് പ്രഭുപാദ് ഇതൊക്കെ എഴുതി വച്ചിരിക്കണത് നമ്മൾക്ക് വേണ്ടിയിട്ട്, അല്ലെ? അപ്പോൾ ഭക്തിശാസ്ത്രി എന്നൊരു കോഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഓരോ ഭാവാർത്ഥങ്ങളും വിശദമായി മനസ്സിലാക്കുന്നത്. അത് നമ്മൾക്ക് തന്നെ നല്ല ഗുണം ചെയ്യും. പിൽക്കാലത്ത് ധർമ്മബോധവും ശ്രേഷ്ഠതയുമുള്ള കുടുംബങ്ങളിൽ ഐശ്വര്യത്തോടെ ജീവിക്കാനും അവസരമുണ്ടാകുന്നു. ഇത്തരം കുടുംബങ്ങളിൽ ജനിച്ചവർ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യും? കൃഷ്ണാബോധത്തിലേക്ക് സ്വയം ഉയരാൻ ശ്രമിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അധപ്പതിക്കും. അടുത്തതൊക്കെ നമുക്ക് അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം വേദത്തി ദുർലഭതരം ലോകേ ജന്മയദീദൃശം. അല്ലെങ്കിൽ ഏറെക്കാലം യോഗാനുഷ്ഠാനം ചെയ്തിട്ടും അതിൽ വിജയിക്കാതിരുന്നാൽ, അപ്പൊ ഇത്തിരി പോലും ചെയ്താൽ ഓരോന്നിന്റെ ഗുണങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. യോഗാനുഷ്ഠാനം കുറെ നാൾ ചെയ്തിട്ട് അതിൽ വിജയിക്കാതിരുന്നാൽ അഭിജ്ഞരായ അതീന്ദ്രിയ യോഗികളുടെ കുലത്തിൽ പിറന്നു എന്ന് വരാം. അഭിജ്ഞര് എന്ന് വെച്ചാല് അറിവ് ഉള്ള യോഗികളുടെ കുടുംബത്തിൽ പിറന്നു വരാം. തീർച്ചയായും ഈ ലോകത്തിൽ അത്തരത്തിലുള്ള ജന്മം സുദുർലഭമാണ്. അങ്ങനെ ജനിക്കുന്നതും ദുർലഭം. ഇപ്പൊ വ്യാസദേവൻ അതേപോലെ അങ്ങനെയുള്ള നല്ല അറിവുള്ള യോഗികളുടെ വീടുകളിൽ നമ്മൾക്ക് ജന്മമെടുക്കാൻ സാധിക്കും. അങ്ങനെ അപ്പൊ എന്താണ് ഭാവാർത്ഥം? ശ്രീലപ്രഭുപാദിക്ക് ജയ്. മഹാജ്ഞാനികളായ യോഗികളുടെ അഥവാ അതീന്ദ്രിയജ്ഞാനികളുടെ കുലത്തിലുള്ള ജനനത്തെ ഭഗവാൻ പ്രശംസിക്കുന്നു.
അങ്ങനെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ജീവിത ആരംഭം മുതൽ ആധ്യാത്മിക പ്രവണത ഉണ്ടാകുന്നത് കൊണ്ടാണ് വിശേഷിച്ച് ആചാര്യരുടെയും ഗോസ്വാമികളുടെയും കുടുംബങ്ങൾ പാരമ്പര്യത്താലും പരിശീലനം കൊണ്ടും ഇത്തരം കുടുംബങ്ങൾ പാണ്ഡിത്യവും ഭക്തിയും ഉള്ളവരാകുന്നു. ഇപ്പൊ നോക്കിയാൽ നമ്മൾ കാലത്തെ മംഗളാരതി ചൊല്ലുമ്പോള് പ്രഭുവിന്റെ മോൻ കൊച്ചുകുട്ടിയല്ലേ, അത് അല്ലേ നമ്മുടെ വീട്ടിൽ ആ കുട്ടികളൊക്കെ ആ നേരത്ത് കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ആ കുട്ടി എന്താണ് നരസിംഹ പ്രാർത്ഥന ചൊല്ലണത്. ജഗന്നാഥ് എന്നാണ് അവന് പേരിട്ടിരിക്കണത്. ആ ജഗന്നാഥ് എന്താ പറയുന്നത്? നമസ്തേ നരസിംഹായ എന്നും പറഞ്ഞുകൊണ്ട് പാടണം. നമുക്ക് തന്നെ അതിന് കോരിയെടുത്ത് ഉമ്മയിക്കാൻ തോന്നും അല്ലെ? അപ്പൊ അത്രയും അതിനങ്ങനെ ഒരു ജന്മം കിട്ടിയതെന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയുള്ള വൈഷ്ണവന്റെ വീട്ടില് ഇത്ര ചെറുപ്പത്തിൽ അത് ശ്ലോകങ്ങളൊക്കെ കാണാതെ പഠിക്കുകയാണ്. തുളസി കീർത്തനം കാണാതെ അറിയാം കുട്ടിക്ക്. ചൊല്ലണ സമയത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് അതും കൂടി ചൊല്ലണത്. അപ്പൊ അതേപോലെ തന്നെ മാതാജി പറയും എല്ലാതും പെട്ടെന്ന് അവന് ശ്ലോകം കാണാതെ പഠിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ഗൃഹത്തില് അവന്, അല്ലാണ്ട് വെറുതെ നമ്മൾ തോന്നിയ പോലെയുള്ള ഇതൊന്നല്ല. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുക, ഈ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഒന്നും പറയുന്നത് നുണയല്ല. പഠിക്കാത്തവര് അല്ലെങ്കിൽ മനസ്സിലാക്കാത്തവരാണ് ഇതൊക്കെ വെറും കഥകളാണെന്ന് പറയുന്നത് അല്ലെ. അല്ലെ പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഭാഗവതൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഭാഗവതം വിറ്റുകൊണ്ട് നടക്കുന്നതും ഓരോ തർക്കങ്ങൾക്കും ഓരോന്നിനും പോണതും കൊച്ചുകുട്ടി മുണ്ടുടുത്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ വല്ലവരും ടിവിയിലായാലും യൂട്യൂബിലായാലും? ഭാഗവതൻ അടിച്ചു നോക്കിയാലേ അപ്പൊ കാണും ആ കുട്ടിയുടെ ഫോട്ടോ. അതിന്റെ അച്ഛനും അമ്മയും അവരൊക്കെ വൈഷ്ണവരാണ്. ആ കുടുംബത്തിൽ ആ കുട്ടി വന്ന് ജനിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു പദ്ധതി തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് ഇതൊക്കെ നമ്മൾക്ക് തന്നെ ഇതൊന്ന് വായിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് എന്തായിരിക്കാം? പല ജന്മങ്ങളിൽ കുറേശ്ശെ കൂട്ടി വെച്ചത്. അതിന്റെ ഒരു പുണ്യം കൊണ്ട് മാത്രമായിരിക്കും ഇതൊക്കെ വായിക്കാനുള്ള ഒരു അവസരം നമുക്ക് തന്നെ ലഭിക്കണത്. അല്ലെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയൊക്കെ പട്ടുകൊണ്ട് മൂടി ആ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇപ്പൊ എടുത്ത് ഇങ്ങനെ ഇതൊക്കെ ചർച്ച ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് എത്ര പുണ്യം നമ്മൾ ഓരോരോ ജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അത്രയധികം പുണ്യം പാപങ്ങളും ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു പ്രായത്തിലേക്ക് നമ്മൾ എത്തിയത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചു പ്രായത്തില് ഇതൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയാണ്. ഇപ്പൊ സാധാരണ ഒരു ഏറ്റവും താഴ്ന്ന ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് നമ്മൾക്കിത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും ഈ അവസാന സമയത്തെങ്കിലും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്. ഏത് സമയത്തും നമ്മൾ നന്ദി പറയേണ്ടതാണ്. അല്ലെങ്കിൽ അയ്യോ ഭക്തിശാസ്ത്രി എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല ഇത് കാണാതെ പഠിക്കാനും. ഇത് കാണാതെ പഠിക്കുന്നതല്ല അവിടെ പ്രധാനം. എന്താണ് പ്രധാനം? ഇതൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു പ്രായത്തില് നമ്മളെ കൊണ്ട് പറ്റണുണ്ടല്ലോ. ഭഗവാന്റെ ഒരു കാരുണ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ മക്കളൊക്കെ പറയണം അമ്മയൊക്കെ ഇത് പഠിച്ചിരുന്നാണ് അമ്മക്ക് എവിടെ എത്തിയാനെ, ഡോക്ടറായനെ. ഡോക്ടർക്ക് ആയിട്ട് എന്ത് കിട്ടാൻ? ഒന്നും കിട്ടാനില്ല. ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ടീച്ചറായാലും പിന്നുള്ളവരും ഭൗതികമായിട്ടുള്ള ഇതിനൊന്നും ഒരു മൂല്യവും ഇല്ല എന്ന് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതൊക്കെ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. പക്ഷെ ഇതാണ് നമ്മളുടെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇത് മാത്രമായിരിക്കും. ഹരേ കൃഷ്ണ. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യദദേ ച തതോ ഭൂയ സംസിദ്ധ കുരുനന്ദന. അല്ലയോ കുരുനന്ദന, അങ്ങനെ വീണ്ടും പിറക്കുമ്പോൾ യോഗിക്ക് മുൻജന്മത്തിലെ ദിവ്യാവബോധം തിരിച്ചു കിട്ടുന്നു. ആധ്യാത്മികമായി പൂർണ്ണ വിജയം നേടാൻ വേണ്ടി അയാൾ പ്രയത്നം തുടരുന്നു. മുൻജന്മത്തിലെ അതീന്ദ്രിയ അവബോധം പുനർജീവിപ്പിക്കുന്നതിൽ കിട്ടുന്ന നല്ല ജനനത്തിന് ഉദാഹരണം അത്ര ഒരു വിശിഷ്ട ബ്രാഹ്മണ കുലത്തിൽ തൻ്റെ 3-ാം ജന്മമെടുത്ത ഭരത മഹാരാജാവ് പിന്നീട് ജഡഭരതനായിട്ട് വന്നത്. മാനിന്യം കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഒരു ബ്രാഹ്മണ കുലത്തിലാണ് വന്നത് ഭരതരാജാവ്. അദ്ദേഹത്തിന്റെ വാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഭൂമി ദേവന്മാരാൽ ഭരതവർഷം എന്ന് ഭരത രാജാവ്
വന്നത് ഭരത വർഷം എന്ന് വിളിക്കപ്പെട്ടത്. അതിനു മുമ്പ് ഇളാവൃത വർഷം എന്നായിരുന്നു പേര്. ഈ ചക്രവർത്തി യവനത്തിൽ തന്നെ ആത്മജ്ഞാനാർത്ഥിയായി ഭരണത്തിൽ നിന്ന് വിരമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ജന്മത്തിൽ അദ്ദേഹം ഒരു ഉത്തമ ബ്രാഹ്മണ കുടുംബത്തിലാണ് പിറന്നത്. അവിടെ എപ്പോഴും ജനങ്ങളിൽ നിന്ന് അകന്നും ഒന്നും സംസാരിക്കാതെയും ജീവിച്ചു പോന്ന അദ്ദേഹത്തിന് ജഡഭരതൻ എന്ന പേര് കിട്ടി. ജഡഭരതൻ, ജഡം, അതായത് മരിച്ചതിന് തുല്യം. അങ്ങനെ അദ്ദേഹം അതിവിശിഷ്ടനായ, പക്ഷേ ജ്ഞാനത്തില് ഉഗ്ര അറിവായിരുന്നു. അപ്പൊ ജ്ഞാനിയാണെന്ന് രാജാവായിരുന്ന രഘുഗുണനാണ് മനസ്സിലാക്കിയത്. രഘുഗണൻ എന്ന രാജാവാണ് അദ്ദേഹത്തിന്റെ അറിവിനെ ഒരാളോടും സംസാരിക്കില്ല, എന്തായാലും ഒന്നിനും യാതൊരു ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയില്ല. അങ്ങനെയാണ് അയാൾ നടന്നിരുന്നത്. എല്ലാവരും വിചാരിച്ച് പൊട്ടനാണെന്ന് വിചാരിച്ച്. പക്ഷേ രാജാവിന് മനസ്സിലായി, രഘുഗണൻ എന്ന രാജാവ് മനസ്സിലാക്കി, ആധ്യാത്മിക പരിശ്രമം അഥവാ യോഗ പരിശീലനം ഒരിക്കലും നിഷ്ഫലമാകാറില്ല എന്നതിന് തെളിവാണ് ചക്രവർത്തിയുടെ ജീവിതം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് യോഗികൾക്ക് കൃഷ്ണാബോധത്തിൽ പൂർണ്ണത കൈവരിക്കുന്നതിന് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നു. ശ്ലോകം 44. അപ്പൊ ഇവിടെ നമുക്ക് നിർത്താം. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ എവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദിക്ക് ജയ്. ശ്രീല പ്രഭു